ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി അവിടെ ഇരിക്കുമ്പോ കൈയും കാലും വിറയ്ക്കാതിരുന്നാ മതി. അതിനൊരു മാർഗമുണ്ട്. എന്നോടൊപ്പം ജയിലിൽ പോയ ഒരാളെ കണ്ടത് ഓർമ്മയുണ്ടോ? അയാളോട് സംസാരിച്ച വാചകങ്ങൾ ഓർമ്മയുണ്ടോ? നാട്ടില് ജനാധിപത്യം, പക്ഷെ പണത്തിന്റെ മുമ്പില് എന്നും അടിമയും ഉടമയും മാത്രമേ ഉള്ളൂ. സോ കടമെടുത്ത ഹരിയും സംഘവുമാണ് അടിമ. അവർക്കൊരു ഉടമ JR. ആ അതെ, എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കണേ. അല്ല, എനിക്കൊന്ന് നാളെ തന്നെ അറിഞ്ഞ വലിയ ഉപകാരമായിരുന്നു. ആ, ഞാൻ വിളിക്കാം എന്നാ. ശരി. എന്താ ഹരി, എല്ലാം ഓക്കെ അല്ലേ? ഈ കമ്പനിയിൽ നിന്നൊക്കെ ലോണും മറ്റുമൊക്കെ എടുത്തു കൊടുക്കുന്നൊരു പ്രജിത്തുണ്ട്. അയാളെ ഒന്ന് വിളിച്ചു നോക്കിയതാ. ഈ JRനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോന്നറിയാൻ. എന്നിട്ട് ആർക്കും അയാളെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. JR എന്നുള്ള സ്ഥാപനം പെട്ടെന്ന് ഉയർന്നു വന്നതാ. പലരും പല കഥകളൊക്കെ പറയുന്നു എന്നാ പ്രജിത്ത് പറയുന്നത്. എന്തുറ്റോ? എന്റെ ജീവിതത്തില് ഞാൻ പലപ്പോഴും ആലോചിച്ചിരുന്നു, എന്നെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ജീവനാണെന്ന്. ജീവൻ പുഴയിലേക്ക് വീണു പോയപ്പോഴും അതിനുശേഷം കാണാതായപ്പോഴും ഇപ്പൊ നാട് വിട്ടു പോയപ്പോഴൊക്കെ ഇനിയൊരു തിരിച്ചുവരവുണ്ടാവില്ലെന്ന് ഞാൻ കരുതി. പക്ഷേ എല്ലാം വെറുതെ. ഒരു ഉപഗ്രഹം പോലെ എനിക്ക് ചുറ്റും അയാൾ എപ്പോഴും ഉണ്ട്. ആ, ഇനിയിപ്പോ അതും കൂടെ പറഞ്ഞ് താൻ പേടിച്ചോ? പേടിക്കാതെ പിന്നെ. എന്ത് ഭംഗിയായിട്ടാ അയാൾ നമ്മളെ ട്രാപ്പ് ചെയ്തത്. ആദ്യം ഉത്തരയിലൂടെ വിപിനിലൂടെ JR. ഗംഭീര പ്ലാനിംഗ് ആയിപ്പോയി. നമ്മുടെ ഗതികേടിന് നമുക്ക് കൃത്യമായിട്ട് ആ സമയത്തൊരു സംരംഭം തുടങ്ങാനും തോന്നിപ്പോയി. നാളെ നമുക്ക് ആ JRന്റെ ഓഫീസ് വരെ ഒന്ന് പോണം. ഞാൻ വരണോ? നിർബന്ധമായിട്ടും വരണം. അയാളുടെ വരവിന്റെ ഉദ്ദേശം തന്റെ കണ്ണീരാണെങ്കിൽ അതില്ലാന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ? മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള ഓരോ ചുവടിലും താൻ എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഹരി എല്ലാ അർത്ഥത്തിലും പെട്ടു അല്ലേ? ബിസിനസിന്റെ ഭാരം ഒരു വശത്ത്, എന്നെ ചുമക്കുന്നത് അതിലും മേലെ. മതിയടോ. മൊത്തത്തിൽ ഇങ്ങനെ തളർന്നു നിൽക്കുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് പെണ്ണുങ്ങൾക്കൊരു രസമാണ്. പക്ഷേ ആണുങ്ങൾക്ക് അതിൽ വലിയ രസമൊന്നുമില്ല. ഈ യുദ്ധത്തിന് പോകുന്നവന്റെ അടുത്ത് വാളെടുത്ത് കൊടുത്തിട്ട് നെറ്റിയിലൊരു പൊട്ടു തൊട്ട് കൊടുക്കുന്ന പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ? ആ, എന്തിനാ അവരങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? നിങ്ങൾ വിചാരിച്ചാലേ ആണിനെ വീഴ്ത്താനും വാഴ്ത്താനും പറ്റും. ശരി, ഞാൻ ഇനി അങ്ങനെയൊന്നും പറയില്ല. ഞാൻ കൂടെ നിന്നോളാം. പോരെ? ചില നേരത്ത് പകൽ സമയത്ത് വല്ലാതെ ഇരുട്ട് മൂടില്ലേ? അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു പേടി കയറും. പക്ഷെ ഒരു മഴയെ വേണ്ടു മാനം തെളിയാൻ അപ്പം വെളിച്ചവും വരും. ഞാനും അങ്ങനെ തന്നെയാ പ്രതീക്ഷിക്കുന്നത്.
അവിടെ ചെല്ലുമ്പോ ജയർ ഓഫീസിലുണ്ടാവോ? ഉണ്ടാവുന്നാ പറഞ്ഞത്. നമുക്ക് ചെന്ന് നോക്കാം. നമ്മളിങ്ങനെ ഓഫീസിൽ ചെല്ലുന്നുണ്ടാവും, അപേക്ഷിക്കുന്നൊക്കെ അയാൾ കരുതുന്നുണ്ടാവില്ലേ? ആ, എനിക്ക് അയാളുടെ ആറ്റിറ്റ്യൂഡ് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലടോ. ജീവനാണോ അല്ലയോന്ന് ഇപ്പോഴും മനസ്സിലൊരു ചോദ്യം കിടക്കുന്നുണ്ട്. അല്ലാതിരിക്കട്ടെ എന്ന് മനസ്സ് പറയുന്നുണ്ട്. പക്ഷേ താൻ എന്തിനാടോ ഇങ്ങനൊരു ചോദ്യം മനസ്സിൽ കൊണ്ട് കിടക്കുന്നേ? അത് അയാള് തന്നെയാ. നമുക്ക് മനസ്സിലാവാത്ത ഏതോ വഴികളിലൂടെ വളർന്ന് വലുതായ ജീവൻ. പക്ഷേ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഇപ്പൊ അയാളില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫിനാൻസ് ചെയ്തത് ജെആർ. കടം വാങ്ങിയവന് റിക്വസ്റ്റ് ചെയ്യാം. അതൊക്കെ ഒരു സാമാന്യ മര്യാദയാ, അവകാശമാ. പിന്നെ ഈ കടം വാങ്ങലിനും വീട്ടലിനും ഒക്കെ അപ്പുറത്തേക്ക് നമ്മുടെ സ്വകാര്യതയിലേക്ക് അയാൾ കയറാൻ ശ്രമിച്ച അപ്പൊ ഞാൻ കടക്കാരൻ ഹരിയല്ല, തന്റെ വീട്ടുകാരൻ ഹരിയാവും. എന്താ പറയണ്ടെന്നും എങ്ങനെ നേരിടണമെന്നൊക്കെ എനിക്കറിയാം. ഓ ആയിക്കോട്ടെ. ഇനി അവിടെ ഇരിക്കുമ്പോ കൈയും കാലും വിറയ്ക്കാതിരുന്നാ മതി. അതിനൊരു മാർഗമുണ്ട്. എന്നോടൊപ്പം ജയിലിൽ പോയ ഒരാളെ കണ്ടത് ഓർമ്മയുണ്ടോ? അയാളോട് സംസാരിച്ച വാചകങ്ങൾ ഓർമ്മയുണ്ടോ? അതിനേക്കാളും വലിയൊരു കോൺഫിഡൻസ് വേറൊരിടത്തുനിന്നും കിട്ടാനില്ല. താൻ കേറ്. ശരി. സുജാതെ. ആ രാമകൃഷ്ണേട്ടാ. അല്ല രാമകൃഷ്ണേട്ടാ, ഹരി വിളിച്ചായിരുന്നോ? ആ, അവൻ അമ്പലത്തിൽ ഇറങ്ങിയപ്പോ വിളിച്ചായിരുന്നു. കമ്പനി ഓഫീസിലെത്തിയോന്ന് അറിയില്ല. മോനോടൊപ്പം നെത്തി വിടണ്ടായിരുന്നു, ഞാൻ പോയേനെ. ഇര പിടിക്കാൻ നിൽക്കുന്നിടത്ത് ആര് ചെന്നാൽ എന്താ സുജാതെ? മധുര നൊമ്പരക്കാറ്റ്